നമ്മുടെ കൂടെ ഇന്നുള്ള ആളെ പറ്റി എനിക്ക് തോന്നുന്നു ഒരു വലിയ ഇൻട്രോ ഒന്നും വേണ്ട. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ്. ഇറ്റ്സ് നില നമ്പ്യാർ. ഇപ്പൊ ഒരു വർക്കിന്റെ കാര്യം പറയല്ലോ, ഷൂട്ട്സ് അല്ലേ, പ്രൊഫഷണലി അപ്പൊ എന്താ ചെയ്യുന്നത്? കണ്ടന്റ് ഷൂട്ട് ചെയ്യാറുണ്ട്. രശ്മി ആർ നായർ, പിന്നെ ഒരുപാട് മലയാളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഫെയിം ആയിട്ടില്ല. അവരുടെ പേര് എനിക്ക് വെളിപ്പെടുത്താനും പറ്റില്ല. അതുപോലെ ഞാനും ചെയ്തു. സത്യത്തിൽ ഇത്രയും ഫെയിം പ്രതീക്ഷിച്ചിട്ടില്ല. രശ്മി ചേച്ചി അറിയാവോ? രശ്മി ആർ നായർ പുള്ളിക്കാരിൻ്റെ ശേഷം ഇപ്പം ഞാനാണ് മലയാളത്തിൽ അതിലൊന്ന് തിളങ്ങി നിൽക്കുന്നത്. അത് ഒരു നാടൻ വേഷത്തിലാണ് ഞാൻ വന്നത്, അതുകൊണ്ടാവാം. എന്തായാലും ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു ധൈര്യം തന്നെ വേണം. അതെ അതെ. ആ ഒരു ധൈര്യം എവിടെ നിന്നാ കിട്ടി? വേറൊരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്ന് ഇപ്പൊ പറഞ്ഞല്ലോ പർദ്ദയല്ലേ അതൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ജീവിച്ചു വന്ന ഒരാളാണ്. അങ്ങനെയുള്ള പർദ്ദ ബുർക്ക മാത്രം ഇട്ട് ജീവിച്ച് വളർന്ന ഒരാളൊന്നുമല്ല ഞാൻ. സ്കൂൾ കാലഘട്ടങ്ങളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡാൻസിനും കാര്യങ്ങൾക്കൊക്കെ ചേർന്നിട്ടുണ്ട്. അതിനൊന്നും അവിടുന്ന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് പർദ്ദ മാത്രമല്ല, കവർ ചെയ്ത ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ് മെയിൻ. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ചേച്ചി ഞാൻ ഒരു വീഡിയോ കോൾ ചെയ്തോട്ടെ, എൻ്റെ വൈഫിനാണെന്ന് പറഞ്ഞു. പ്രേമം കൊടുമ്പിരിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ സത്യത്തിൽ ഞാൻ ഷോക്ക് അടിച്ചിരുന്നു പോയി. കാരണം വൈഫിനോ? അതെ, വൈഫിന് നിളച്ചേച്ചിൻ്റെ ഭയങ്കര ഫാനാണ്. അതുകൊണ്ടാണ് ഒന്ന് ചെയ്തോട്ടെ തന്നെ മോനെ ചെയ്തോളൂ. ഞാൻ വീഡിയോ കോൾ ചെയ്ത് വൈഫിനെ കണ്ടു, കൊച്ചിനെ കണ്ടു. അതായത് നല്ല രീതിക്ക് ആളുകൾ നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. അത് ഏത് പ്രൊഫഷനാണേലും നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് എടുക്കും. പിന്നെ ഇതാകുമ്പോൾ അധികം നെഗറ്റിവിറ്റി നോക്കിയാൽ മതി. നമ്മൾ ഈ പിള്ളേരെ കാര്യങ്ങളൊക്കെ അധികം ഹസ്ബൻഡാണ് മാനേജ് ചെയ്യാറ്. സ്കൂളിൽ പോകുന്നതാണേലും അവിടെയുള്ള പേരൻസ് മീറ്റിങ്ങിനാണേലും എല്ലാം ഹസ്ബൻഡാണ് പോവാറ്. ഞാൻ അങ്ങനെ മുഖം കൊടുക്കാറില്ല. ഇറങ്ങാൻ പറ്റാറില്ലല്ലോ. ഇല്ല, മാസ്ക് ഇട്ടിട്ടാണ് പുറത്ത് പോവാറ് അവരെ കൂടെ. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല? അല്ലെങ്കിൽ ആസ് എ മദർ അതൊരു വിഷമല്ലേ? അത് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയല്ലേ. പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഞാൻ ഇറങ്ങിയതെന്ന് എൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ട് അതൊരു ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷൻ ആവാറില്ല അതിൽ. അല്ല, ഞാൻ ഇപ്പം ഈ പിള്ളേർ വളർന്നു വരികയാണ്. അപ്പോൾ നാളെ അവരിത് ചോദ്യം ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് ഞങ്ങളെ നോക്കാമായിരുന്നില്ലേ, വേറെ ഇഷ്ടം പോലെ ജോലി ഇല്ലായിരുന്നു, എന്തിനിങ്ങനെ ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും അത് മാനേജ്? അതിനുള്ള ചാൻസസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ പലപ്പോഴും നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ അവരുടെ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പിള്ളേർക്ക് ഏറെക്കുറെ അറിയാം